നമുക്കൊന്നും ചിലപ്പോൾ പല ആളുകൾക്കും അറിയണ്ടാവില്ല. നമ്മളെ റോഡ് ചെറിയ റോഡ് പണിയായിരുന്നു, അതിൽ വെറും പോത്തുപണ്ടി മാത്രമായിരുന്നു പോയിരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മാളേക്കലിലെ ഭൂതകാല കാര്യങ്ങളെ കുറിച്ച് നമ്മളെ മുൻഗാനാജി 10 മിനിറ്റ് നിങ്ങളോട് എന്തായിരുന്നു അന്നത്തെ അവസ്ഥ. ഇപ്പൊ നമ്മളൊക്കെ വളരെ വികസിത ഘട്ടത്തിലാണ് നമ്മുടെ മാളേക്കൽ ഇന്നത്തെ ദിവസം. പക്ഷെ മാളേക്കൽ എങ്ങനെയാണ് നമ്മുടെ പഴയ തലമുറ എങ്ങനെയായിരുന്നു മാളേക്കൽ ജീവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പഴയ ചരിത്രം അതാണിപ്പോ എന്നോട് പറയാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. മാളിയേക്കലിന്റെ ഭൂപ്രകൃതി നോക്കിയാൽ 3 ഭാഗം പുഴയും 1 ഭാഗം മലയുമാണ്. അപ്പോ നല്ല കൃഷിയും നല്ല സൗഹാർദ്ദമൊക്കെ ഉണ്ടായിരുന്ന നാടായിരുന്നു. അത് ബ്രിട്ടീഷുകാരൻ വരെ നമ്മുടെ നാടിന്റെ ഒരു തരക്കുണ്ടായിരുന്നു. കാരണം നമ്മുടെ പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റ്. അപ്പോൾ ആ കാലത്ത് ഒരു റോഡിന് വേണ്ടി റോഡ് വാങ്ങിയത് എന്നെ തരാമെന്ന് എന്റെ വല്യപ്പനോട് ബ്രിട്ടീഷുകാരൻ പറഞ്ഞു. അപ്പോൾ വല്യപ്പ പറഞ്ഞു, ഇത്ര റോഡ് ഞങ്ങൾക്ക് വേണ്ട, കാരണം കണ്ണന്മാർ വന്നാൽ കടന്നുറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞ് റോഡ് വേണ്ടെന്ന് വെച്ചതാണ്. പിന്നെ മറ്റുള്ള കാലത്ത് പുഴയ്ക്ക് പാലം വേണം. പാലം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ടും കഴിയില്ല, നമ്മളെ ഗവൺമെന്റ് കൊണ്ടും കഴിയില്ല. പിന്നെ ടി.കെ. ഹംസ മറ്റേ മന്ത്രിയായപ്പോൾ അയാൾ പ്രത്യേക താല്പര്യപ്രകാരമാണ് നമുക്ക് പരമ്പങ്കാലത്ത് ഒരു പാലുണ്ടാകും. ആ പാലാണ് നമ്മുടെ നാടിനെ ആദ്യമായിട്ട് മാറ്റിമറിച്ചത്. മഞ്ഞപ്പെട്ടി മാളിയേക്കലിന് റോഡ് സൗകര്യങ്ങളുണ്ട്. പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് 4ാം ക്ലാസ് കഴിഞ്ഞ് 5ലേക്ക് ചേർക്കാൻ വേണ്ടി നമ്മൾ അന്നത്തെ കാതിയര് മുഹമ്മദ് മുസ്ലിയാരായിരുന്നു പഴക്കൽ. അപ്പോൾ അവരോട് ആദ്യം ചോദിച്ചു, ഓനൊന്ന് പുല്ലങ്കോട് കൊണ്ട് ചേർത്താലോ? അവന് അത് വേണ്ട, അതൊക്കെ പഠിച്ചിട്ട് കാര്യമില്ല, അപ്പോൾ നമ്മുടെ കിതാബ് ഓതിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കിതാബ് ഓതാൻ വേണ്ടി പള്ളിക്കൊക്കെ ആക്കി. പള്ളിക്ക് പോയി ഞാനൊന്നും ഓതിയിട്ടില്ല, ഒന്നും പഠിച്ചില്ല. കാരണം പിന്നെ മദ്രസില് അവിടെ പോയി കുറച്ച് പിന്നെ പഠിക്കും 5ാം ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിയിൽ ഒരാഴ്ച വേണം നടന്നു. പിന്നെ പിറ്റത്തെ കൊല്ലാണ് പുല്ലങ്കോട് കൊണ്ട് ചേർക്കുന്നത്. അപ്പൊ ചേർക്കാണ്ടായ കാരണം എന്താ വെച്ചാല് മുഹമ്മദ് മുസ്ലിയാരുടെ മകൻ ലത്തീഫ് 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മോനെ നേരെ പുല്ലങ്കോട് കൊണ്ട് ചേർത്തു. അപ്പൊ പിന്നെ എന്റെ വാപ്പിൽ തന്നെ എന്നാ ഒന്നിനെ പഠിച്ചിട്ട് എന്ന് കരുതി എന്നെ ചേർക്കുകയും ചെയ്തു. എന്റെ അനുജം ഡോക്ടർ മൊഹമ്മീനെ ഒരു കൊല്ലം തോൽപ്പിക്കുകയും ചെയ്തു. ഓൻ്റെ ഒരു കൊല്ലം നഷ്ടപ്പെട്ടു. കാരണം 2 ആള് ഗവൺമെന്റ് സ്കൂളും ഒരേ ക്ലാസ് പഠിച്ചുകൂടാന്ന് അന്നത്തെ ഒരു സംസ്കാരം. പിന്നെ നമ്മുടെ നാട്ടിലന്ന് പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു, നമ്മളെ പിന്നെ വടത്തെ വലിയ കുട്ടിയാക്കാൻ. അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്താൽ എന്താണ് ചെയ്യാന്നുള്ള വിദ്യാഭ്യാസം ആർക്കില്ല. പോലീസിന് പോകാൻ പറ്റുമോ? അപ്പൊ അവസാനം സഖാവ് കുഞ്ഞാലിന്റെ അടുത്ത് പാപ്പ ചോദിച്ചു, എന്താണ് ഇതിന്റെ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പോകേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാലി. കാരണം ജനങ്ങൾക്ക് അത് പേടിയാണ്, പോലീസിന് പോകാൻ പാടുണ്ടോ എന്നാണ്. പിന്നെ നമ്മുടെ നാടിന്റെ പിന്നെ ഹജ്ജിന് വരുന്ന ചരിത്രം പറഞ്ഞാൽ ആദ്യമായിട്ട് വരുന്നത് പിന്നെ കുഞ്ഞാലി കുഞ്ഞാലിന്റെ വാപ്പി മറ്റേ അബ്ബാജിയാണ് 77. അങ്ങനെ അബ്ബാജി എന്നിവിടെ നിന്നു. വാപ്പി നിൽക്കാൻ വേണ്ടി പോകുന്നതായിരുന്നു. ഞാൻ പോരേണ്ടതായിരുന്നു. വാപ്പ ഞാൻ പോകും, ഞാൻ അങ്ങനെ പഠിക്കും ഇങ്ങനെ പഠിക്കും. പിന്നെ അപ്പൊ അതുകൊണ്ട് മകൻ വാപ്പ ചെയ്യാതെ എങ്ങനെ മകൻ ചെയ്യുക എന്നുള്ള ആ അഭിപ്രായം വെച്ച് വാപ്പനെ പോകും. ഇവിടെ വന്നപ്പോ ഇവിടുത്തെ ചീരും കോലം കാലാവസ്ഥയും കണ്ടപ്പോൾ വാപ്പ തിരിച്ചു വന്നു. അബ്ബാജി ഇവിടെ നിന്നു. അങ്ങനെ ഇവര് പോരുമ്പോ ബോംബെയിൽ നിന്ന് കമ്പി അടിച്ചു. വാപ്പന് കമ്പി അടിച്ചു. പിന്നെ കുഞ്ഞാലിക്കുട്ടിയാച്ചി ഒന്ന് അടിച്ചു. കുഞ്ഞാലിക്കുട്ടിയാച്ചിന്റെ കമ്പിയാണ് നാട്ടിലെത്തിയത്. അത് എത്തി നോക്കുമ്പോൾ വായിക്കാൻ പറ്റുന്ന ഒരാളും ആ നാട്ടിൽ അന്നില്ല. നമ്മളെ CM ഉണ്ടായിരുന്നു, അയാൾക്ക് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അതിന് അത്രയും അറിയാത്തവരാണ് പിന്നുള്ളത്. അത് വായിക്കാൻ നോക്കുമ്പോൾ രക്ഷ. അങ്ങനെ അത് ഓടി നടന്ന് പിടിച്ച് അവസാനം നോക്കുമ്പോൾ നാളെ വരുന്നതിനാണ് ഇന്നെ ആൾക്കാർ വലവോട്ട് എത്തിയത്. അതെങ്ങനെ വായിച്ചാലും കുട്ടം കിട്ടുന്നില്ല. അങ്ങനെ അവരെ പിന്നെ അവരുടെ കൂടെ പോയി കൊടുന്ന് വാപ്പാനോട് നിങ്ങളെന്തെങ്കിലും കമ്പി അടിക്കാനും ചോദിച്ചു. ഞാനും അടിച്ചിട്ടുള്ള കമ്പിയാണ്. കമ്പിയുടെ വണ്ടൂരാണ്. നമ്മുടെ അടുത്ത് അന്നത്തെ കമ്പി തപ്പാൽ ഓഫീസ് വണ്ടൂരാണ്. വാപ്പാന്റെ കമ്പി വാപ്പ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ അതില് എന്താ പറ്റിയെന്ന് വെച്ചാല് വണ്ടൂർ എന്നുള്ള W മറ്റൊരു M ആക്കി കൊടുത്തു. അത് മുണ്ടൂരായിരുന്നു. അവിടെ പോയിട്ട് പിന്നെ മടങ്ങി. എന്നിട്ടാണ് അന്നത്തെ കമ്പി അത് വായിക്കണ കോരൊക്കെയാണ്. പിന്നെ നമ്മളെ റോഡിന്റെ അവസ്ഥ പറഞ്ഞാല് പിന്നെ മുസ്ലിമിന്റെ കഥ പറഞ്ഞ മാതിരിയാണ്. ഞാൻ ഈ നാട് നന്നാവരാച്ച് നാട് വിട്ടു പോയതാണ്. കാരണം ഇവിടെ വന്ന് നാട്ടിൽ ചെന്ന് നോക്കുമ്പോ ഒരു വേനൊന്നും തിരിയാതെ കടന്നു വരാൻ പറ്റാത്തൊരവസ്ഥ.
ഒരു വീട് വാങ്ങാം, അതാണ് നല്ലത് കരുതി പോയതാണ്. പക്ഷെ ഇന്നിപ്പോ ഞാൻ വാങ്ങിയ സ്ഥലത്തിലേറെ പുതിയ നാട് മാളിയേക്കരയെ വാങ്ങി. മുസ്ലിം ഈ നാട് നന്നാവില്ല വെച്ചിട്ട് പോയിട്ട് കപ്പലിന്റെ ഇതിന് ചാടി മീൻ മുഴുങ്ങി രണ്ടാമത് ശരിയായി വന്നതിന് ശേഷം പിന്നെ അവിടെ പോകാൻ പറ്റും. അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോൾ നാടൊക്കെ നന്നായിരിക്കും, ആൾക്കാർക്ക് വിശ്വസിച്ച്. ഇതുപോലെ മാളിയേക്കലിനൊരു നല്ല അവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ 70 മുതൽ 72 വരെ ഒരു കലാപമായിരുന്നു. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ ആർക്കും അറിയില്ല. കാരണം ഭൂപരിഷ്കരണ നിയമം വന്നപ്പോ കുടിയാന്മാരൊക്കെ ഒന്നിച്ച് ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അക്രമത്തിന്റെ കാലം. അപ്പൊ അതിന് റബ്ബർ വെട്ടുക, നെല്ല് വെട്ടുക, ത്രാവിസ്കരിച്ചപ്പോ മറ്റേ പൊടിയോട്ട് എറിയ, അങ്ങനെ 2 കൊല്ലം. പിന്നെ അത് പാണക്കാട് നമ്മളോടൊക്കെ പോയി പറഞ്ഞ് പിന്നെ ആൾക്കാർ മദ്യം പറഞ്ഞ് 2 മാസം മദ്യം പറഞ്ഞിട്ടാണ് പ്രശ്നം പരിഹരിച്ച് സൗഹാർദ്ദത്തിലെത്തിയത്. മറ്റത് ഞങ്ങളുടെ കുടുംബം ചുള്ളിക്കുളന്മാർ മാത്രം ഭാഗത്തും മറ്റുള്ളവർ ഭാഗം ഭാഗത്തും കുറച്ച് ന്യൂനപക്ഷങ്ങളും ഒരു കുത്തും അങ്ങനെ ഞാനങ്ങനെ ചെറുതാണ്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. പിന്നെ റോഡിന്റെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മള് മാളിയേക്കൽ ഞങ്ങളെ ഭാഗത്തുള്ള റോഡുണ്ടാക്കിയിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരാളാണ് മറ്റേ ഞാനും കുരുക്കളും. അപ്പോ അന്ന് ആ റോഡിന് വേണ്ടി കുറെ കഷ്ടപ്പെട്ട ആളാണ്. കുഞ്ഞു അദ്ദേഹത്തെ ഈ സമയത്ത് അനുസ്മരിക്കും. പിന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടിരുന്ന ആള് അബ്ദുറഹ്മാനാജി, സെൽവിയാജി, ഞാനൊക്കെ ആയിരുന്നു കാലഘട്ടത്തിൽ. അവര് ഞാൻ അനുസ്മരിക്കാം. എന്നിട്ട് പിന്നെ എനിക്ക് കൂടുതൽ അനുസരിക്കാണ്ടത് എന്റെ വല്യാക്കാനാണ്. കാരണം ബീരാനാജി, ഞാൻ എന്റെ വല്യാക്കാനോട് പറയല്ല, അദ്ദേഹത്തെ പറ്റി ഈ നിങ്ങളെ മുന്നുള്ള തലമുറകൾ ചോദിച്ചാൽ അവർ പറയും അയാളൊരു എന്റെ മനുഷ്യനായിരുന്നു. കാരണം എന്താ വെച്ചാല് ചോറ് ഫുള്ളായിട്ട് കൊണ്ടേ കൊടുത്താൽ ചീത്ത പറയും. കാരണം ഇതൊക്കെ പറഞ്ഞാൽ തിന്നൂരെ. ഈ പട്ടികളുടെ കാലത്ത് ഇങ്ങനെ കൊണ്ടുനോക്കാൻ പാടില്ല, തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥ. അങ്ങനെ എന്റെ ചെറുപ്പത്തില് എന്റെ മുത്താപ്പാന്റെ മാള കെട്ടിച്ചപ്പോ അന്ന് എന്നെ വിളിച്ച് പാട്ട് പാടാൻ. അപ്പൊ ഞാനന്ന് പാടി 2 വരി എനിക്കൊന്ന് ഓർമ്മയുണ്ട്. ബാക്കി ഓർമ്മ കിട്ടില്ല. ഞാൻ പാടിയത് എന്തിനാണ് നാട്ടുകാരെ പന്തികേട് കാട്ടണ്, എപ്പോഴാണ് നിങ്ങളൊക്കെ കണ്ണുകൾ തുറക്കണ്. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അന്ന് വല്യാപ്പയ്ക്ക് എന്റെ കയ്യിൽ നിറയെ പൈസ. അന്നത്തെ കാലത്ത് അത്തരം പൈസന്റെ കൈ കിട്ടിയപ്പോൾ ആ സന്തോഷം അന്നും എന്റെ മനസ്സിലുണ്ട്, ഇന്നുമുണ്ട്. കാരണം അന്നൊക്കെ ഒരു ഓട്ടണ അല്ലെങ്കിൽ 4 അടക്കുന്ന വലിയ സംഖ്യ. അപ്പോ ആ ഒരു ഓർമ്മ മനസ്സിലുണ്ട്. അന്നത്തെ പാട്ട് ആയിരുന്നു. പിന്നെ മാളിയേക്കലിന്റെ റോഡുകളൊക്കെ മാറ്റം വന്നു. അതില് വാണാഞ്ചിറ മമകാക്കാനൊക്കെ പങ്ക് വളരെ വലുതാണ്. റോഡ്, കരണ്ട്, ആര്യാടന്റെ കാലത്തൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാ പുരോഗതിയും ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ വിദ്യാഭ്യാസപരമായിട്ട് മതപരമായിട്ട് നമ്മളെ CM മുസ്ലിയാരെ ഓർക്കേണ്ടതുണ്ട്. നമ്മളവിടെ ഒരു മാറ്റം വന്നത് അദ്ദേഹം വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം